നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഷാജി കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അലീനയുടെ ജീവൻ തന്നെ പോയനം. അപ്പം ഷാജിക്ക് അലീനയെ പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ചിരിക്കുന്ന അലീനയ്ക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഷാജിയുടെ പെങ്ങള്. പിന്നീട് അലീനെ കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറുവാണ്. ഈ സമയത്ത് അലീനയ്ക്ക് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും താൻ തളരില്ല എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ ആത്മവിശ്വാസം. ഒരു പക്ഷേങ്കിൽ ആ ചേട്ടനെ തന്നെ പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ രക്ഷപ്പെട്ടത്, അല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ ഒരു ചിന്ത. അങ്ങനെ അലീന കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് ഷാജിയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടമ്മേന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഷാജി മോളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്രൻ എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണല്ലേ, എന്നിട്ടും മോള് കിട്ടുന്ന പൈസയും കൊണ്ട് ആൾക്കാരെ സഹായിക്കുന്ന ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതും കൊണ്ട് തന്നെയാണ് മോളെ ഇന്ന് ദൈവം കാത്ത് കൃത്യസമയത്ത് അവനങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിലോ. അപ്പോഴേക്കും അലീനയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞുപോയി. ആ സമയത്ത് ഷാജിയുടെ പെങ്ങളങ്ങോട്ട് വന്നിട്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ, വെറുതെ വിഷമിപ്പിക്കില്ല ആ ചേച്ചീനെ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അലീനയോട് ചോദിച്ചു, എന്താ സംഭവിച്ച, എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കണം. അപ്പോഴാണ് അലീന ആ കാര്യം പറയണേ, എനിക്ക് ശരണ്യനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ശരണ്യനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. കാരണം ഒരു പക്ഷേങ്കിൽ എന്നെക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ കൊച്ചിന് ഇച്ചിരി താങ്ങ് തണലും ആവട്ടെ എന്ന് കരുതി മാത്രമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അറിയാലോ നിസ്സാര കാര്യമല്ലത്, ആ കുടുംബം മൊത്തത്തിൽ തകർന്നു പോയിരിക്കുക. പിന്നീട് ആ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീനയോട് പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര വിഷമായി. ഈ സമയത്ത് ഷാജി അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ ഷാജി വന്ന് സംസാരിക്കുന്ന സമയത്ത് അലീനയോട് ചോദിച്ചു, എന്ത് വിശ്വസിച്ച അലീന ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലായിരുന്നോ? ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അലീനെ ഇവർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഞാനതൊന്നും ഓർത്തില്ല ഷാജി ചേട്ടാ, എൻ്റെ മനസ്സിൽ ആ പെങ്കൊച്ചിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണമെന്ന്, ഒരു പക്ഷേ അതിനെ സമാധാനിപ്പിക്കുവാണെങ്കിൽ അതിൻ്റെ മനസ്ഥിതി എന്തെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒരു നേരത്തെ ആശ്വാസം അതിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം അറിയണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഷാജി പറഞ്ഞു, അത് പിന്നെ അലീനയുടെ നല്ല മനസ്സുകൊണ്ടാണ്. പക്ഷെ അറിയാലോ, അവർക്ക് സംഭവിച്ച ആ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം ചെറുതൊന്നുമല്ല, അതുകൊണ്ട് അവർക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും ഷാജി പറഞ്ഞു, അതേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞ്. അലീന പറഞ്ഞു, ശരിക്കും ഷായി ചേട്ടൻ ആ സമയത്ത് അങ്ങോട്ട് വന്നില്ലായിരുന്നു, ദേവദൂതനെ പോലെ പറഞ്ഞ് ഒരു നിമിഷം ഞാൻ പതറിപ്പോയായിരുന്നു. കൃത്യസമയത്ത് തന്നെ ഷായി ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ആ സമയത്ത് ഷാജി പറഞ്ഞു, ഈ സമയത്ത് ഞാൻ വീട്ടിൽ കാണുന്നതല്ല, ആഹാരം കഴിക്കാനായിട്ട് വന്ന പതിവിലും വിപരീതമായിട്ട്. ഒരു പക്ഷേ അതൊക്കെ അലീനയുടെ ദൈവഭാഗ്യം കൊണ്ടായിരിക്കും. ഇത്രയൊക്കെ സഹായം ചെയ്യുന്നൊരു കുട്ടിയല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കാനായിട്ട് ദൈവം സമ്മതിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല ഇനി വീട്ടിലേക്ക് തിരികെ പോകുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ വന്ന ഉദ്ദേശം നടപ്പാക്കണം, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം ഷായി ചേട്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ കത്തിക്കാൻ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിൽ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിലാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ. പോലീസല്ല അലീനയാണ് അതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ നേരെ എന്ത് ചെയ്തു, അവിടേക്ക് അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അലീന രക്ഷപ്പെട്ടു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്ത് ചെയ്തു, നേരെ തിരികെ പോവാണ്. ഈ സമയത്ത് ഷാജി അലീനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ശരണയുടെ അടുത്ത് പോകണമെങ്കിൽ ഞാൻ അവരോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. ചുമ്മാ അലീനെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അലീനെ ഒരു കാരണവശാലും അവരംഗീകരിക്കാൻ ആ വീട്ടിലേക്ക് പോലും കയറ്റത്തില്ലെന്നുള്ള കാര്യം ഷാജിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അലീനയും കൂട്ടി ഷാജി ശരണ്യയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പോലീസുകാരെ ബാലേന്ദ്രനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്, കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവരെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സാറേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നാണോ, വല്ല വാറണ്ടും കയ്യിലുണ്ടോ, ഇനിയിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം. സഹായിക്കാൻ വേണ്ടിയോ? അതെ, അല്ല ഇവിടെ ജോലിക്ക് നിൽക്കുന്നൊരു പെണ്ണുണ്ടല്ലോ അലീന, അവളിപ്പോൾ എവിടെയാണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അത് പിന്നെ അതെ അവൾ ആ ശരണ്യയുടെ വീണ്ടും അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവിടെ ആൾക്കാരിലെ അളകി ഒടുവിൽ അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ബാലേന്ദ്രന് അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ,
വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനിട്ട് നിങ്ങൾ എന്തിനാ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ? അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഒരിക്കലും അല്ല സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അല്ലെങ്കിലും അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല അലീന, സ്വാധീനിക്കാൻ പോയതൊന്നും അല്ല, സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിക്കാനോ ഒന്നും പോയതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാനും അതിനോട് സംസാരിച്ച അതിനെക്കുറിച്ച്. അപ്പോഴവൾ പറയുന്നത്, ആ പെൺകുട്ടി ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അറിയാലോ, നിസ്സാര കാര്യമൊന്നുമില്ലത്. ഇനി നിങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കുക എന്നൊക്കെ പോലീസുകാർ പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, സാറേ, അവൾ ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല, മൊഴി മാറ്റി പറയിക്കാനൊന്നും അവൾ ശ്രമിക്കത്തൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യം. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലും കൂടെ കേസാവും എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. പിന്നീട് SI പറഞ്ഞു, ഇനി നിങ്ങളുടെ മകൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ബാലേന്ദ്രൻ്റെ ഭയങ്കര ടെൻഷനായി. പിന്നീട് ബാലേന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ അലീനയെ കേൾക്കണേ, എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം. അച്ഛൻ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് നല്ല പേടിയുണ്ട് നിന്റെ കാര്യത്തിൽ, നീ ഇതെന്തു ഭാവിച്ചാ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, എന്താണെങ്കിലും ഞാൻ അവളെ കണ്ടിട്ടേ വരുന്നുള്ളൂ, അവളെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് വരാം, അച്ഛൻ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ബാലേന്ദ്രനെ. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്റെ ജീവൻ പ്രധാനമാണ്, അറിയാലോ നിനക്കത്, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അപകടം വരുത്തി വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. വേണ്ട, അച്ഛൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീന കോള് കട്ട് ചെയ്തു. പിന്നീട് ഷാജി അവളെയും കൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വന്നു. അമ്മ വന്നിട്ട് ചോദിച്ചു, ഷാജി വിളിച്ചത് ആരാ, എന്തായിരുന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ഷാജി പറഞ്ഞു, അതെ, എനിക്കറിയാവുന്ന കുട്ടിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് അവനങ്ങോട്ടേക്ക് വരുവാണ്. ശരണ്യയുടെ ആങ്ങള ഗോപൻ അങ്ങോട്ടേക്ക് വന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഷാജി പറഞ്ഞു, എടാ നിനക്കൊന്നെന്തോ സോറി കേട്ടോ, ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്, നീ ആരെയാ മണ്ണെണ്ണ ഒഴിച്ചാൽ കൊല്ലാൻ ശ്രമിച്ചാന്നറിയോ, ഇത് പാവം പിടിച്ചൊരു പെൺകുട്ടിയാടാ, നീ ഉദ്ദേശിക്കുന്നതിലൊന്നും അല്ല കാര്യങ്ങൾ, ആ ബാലേന്ദ്രൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ്, ഇവളെ എനിക്ക് നന്നായിട്ടറിയാം, അലീന എന്ന അവളുടെ പേര്, വീട്ടു ജോലിക്ക് നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന എന്നെ പലപ്പോഴും ഓട്ടം വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇവളെ കൊണ്ട് പോയിട്ടുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വന്ന് അങ്ങനെ ചെയ്ത്. ഒരുപക്ഷെ നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര കാലം നീയൊക്കെ അകത്ത് കിടക്കേണ്ടി വന്നേനും, അതുമാത്രമല്ല ദൈവം പോലും നിന്നോട് പൊറുക്കില്ലായിരുന്നു, ഇത്ര പാവം പിടിച്ചൊരു പെണ്ണിനോട് ഈ ക്രൂരതയൊക്കെ ചെയ്താലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമൺ ഷായച്ചേട്ടാ എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. അതാ നീയൊക്കെ എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ചോദിച്ചു, അല്ല നീ എന്തിനാ കൊച്ചി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ, എനിക്ക് ശരണ്യനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാണാനോ, എന്തിനാ, എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളോട് പോലും അവൾ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, പിന്നെ എങ്ങനെ നിന്നെ ഒരു പരിചയം പോലും ഇല്ലല്ലോ. എനിക്കറിയാം ആൻറ്റി, പക്ഷേ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി, ഞാൻ സംസാരിച്ചിട്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചിങ്ങനെ സംസാരിക്കാനായിട്ട് അലീന മുറിയിലേക്ക് കയറി ചെന്നു. അങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങണ സമയത്ത് അലീനയെ ഒന്ന് നോക്കി അവള്, എന്നിട്ട് മോഹം തിരിച്ചൊന്നും മിണ്ടാതെ കിടക്കുകയാണ്. ആ സമയത്ത് അലീന പതുക്കെ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ശരണ്യെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്ക് ശരണ്യ പെട്ടെന്ന് ഞെട്ടിയിട്ട് കൈ അങ്ങോട്ട് പിൻവലിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, പേടിക്കുമൊന്നും വേണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്റെ കൂടെ ഞങ്ങളില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കണേ, ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് അവൾ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. മരിക്കാനായിട്ടോ, എന്താ നീ പറയണേ, മരിക്കാൻ എളുപ്പമാ, അതൊന്നും നീ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അതെ എന്ത് വന്നാലും അതെ നീ അതൊക്കെ സഹിക്കണം, ഇപ്പം നിനക്കൊന്നും സംഭവിച്ചിട്ടൊന്നും വേണം കരുതാനായിട്ട്, ഇതിനേക്കാളും ഒത്തിരി വലുതായിട്ട് സംഭവിച്ചു കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഒന്നുമല്ല എന്ന് വേണം കരുതാനായിട്ട്. പിന്നെ നിൻ്റെ മനസ്സിന് ബലം കൊടുക്കണം, അച്ഛനും അമ്മയ്ക്കും വേറെ ആരാ ഉള്ളത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം വേദനയാവുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, ഞാൻ കാരണമല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് അലീന പറഞ്ഞു, വിഷമിക്കുമൊന്നും വേണ്ട, പിന്നെ ഞാനാടാന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. ശരണ്യ ഒന്നും മിണ്ടിയില്ല. ഞാൻ രോഹിത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അലീന പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ നിന്നെ വന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നി. പിന്നീട് അലീന പറഞ്ഞു, നിനക്ക് എന്നെക്കുറിച്ച് അറിയാവോ, ഞാനൊരു ഓർഫനേജ് വളർന്ന പെൺകുട്ടിയാണ്, എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും അനുഭവിക്കാതെ ഞാൻ വളർന്നു വന്നേ,
അത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്നേഹം കിട്ടി വളർന്നു വന്ന പെൺകുട്ടിയല്ലേ നീ. ഒരു പക്ഷേങ്കിലും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം വിഷമമാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും നിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ആത്മഹത്യ എന്നൊരു തീരുമാനം അതൊന്നിനും ഒരു പരിഹാരമല്ല. നിനക്ക് എന്ത് സംഭവിച്ചാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ കുടുംബത്തെയാണ്. ബാക്കി ആർക്കും ഒന്നും സംഭവിക്കില്ല. നിന്നെ ഇങ്ങനെ ആക്കിയിട്ടോടെ നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. നീ ധൈര്യമായിട്ടിരിക്കുക. നിൻ്റെ കൂടെ എന്തിനു വേദന ഞാനുണ്ട്. നിന്നെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങനെ ഒരു ഇതിലേക്ക് വലിച്ചഴിച്ച് ആരാണെങ്കിലും അവരെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. അവരെ നമുക്ക് നിയമത്തിന് മുന്നേ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ശരണ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശരണ്യ പറഞ്ഞു, അതുകൊണ്ട് എന്തായി ചേച്ചി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? എൻ്റെ ജീവിതം തന്നെ തീർന്നില്ലേ? അതൊന്നും സാരില്ല. ആദ്യം കുറച്ച് കാലത്തേക്ക് എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കിടക്കും, പിന്നെ എല്ലാവരും ഇത് മറന്നു പോകും. നിനക്കൊന്ന് നല്ലൊരു ഭാവിയുണ്ട് ഇവിടെ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി നന്നായിട്ട് പഠിക്കണം, +2 കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം ജോലി വാങ്ങണം, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശരണ്യ. പക്ഷേ അതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല, ഒന്നിനും റിപ്ലൈ ഒന്നും തന്നില്ല. ഈ സമയത്ത് ശരണ്യയുടെ അമ്മ വന്നിട്ട് അലീനയെ ശരണ്യ നോക്കണം. ശരണ്യ കുറച്ചൊക്കെ പ്രതികരിച്ച് തുടങ്ങിയെന്ന് മനസ്സിലായി. പിന്നീട് അലീന എഴുന്നേറ്റിട്ട് ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, അതെ ഞാൻ ഇടയ്ക്ക് വരാട്ടോ ചേച്ചി, എനിക്കിവളെ കാണണം, സംസാരിക്കണം, ഇവളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കരയുവാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എൻ്റെ വിഷമം ആരോട് പറയാനായിട്ടാ? ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ, കണ്ണിലെ കൃഷ്ണമോളെ മണി പോലെ വളർത്തിക്കൊണ്ട് വന്ന. എന്നിട്ട് ഇവൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇവൾക്ക് എപ്പോഴും മരിക്കണം എന്നൊരു ചിന്ത മാത്രമുള്ളെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആ ഷോക്കിൽ നിന്ന് അവൾ മുക്തയായിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവർ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ആ വീട്ടിലുള്ളവർ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണോ? മൊഴി മാറ്റി പറയാനെങ്ങാനും അങ്ങനെ എന്തെങ്കിലും ആളെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല അമ്മേ, എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങണേ. പിന്നീട് ഷാജിയോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വഴി ഷാജി ചേട്ടാ, എനിക്ക് അവളെ കാണണം, ഒരു പക്ഷേങ്കിൽ അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ അലീന ഇങ്ങനെ പറയണം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഷാജിക്ക് ഒരു ആത്മവിശ്വാസം തോന്നി, ഇവൾ പറയുന്നത് ശരിയായിരിക്കും, കാരണം ഇവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഷാജി നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകത ഇവൾക്കുണ്ട്, സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല എന്നൊക്കെ ഷാജി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അലീന വീട്ടിലേക്ക് തിരികെ പോരുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.